ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് സ്ക്രീനിൻ്റെ ഒരു മിനിറ്റ് ഇപ്പോൾ ഫുൾ സ്ക്രീനിലേക്ക് അത് വരും. അപ്പോൾ കാണുന്ന അത് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ഗ്രാഫിക്സ് ടീം തയ്യാറാക്കിയ ഒന്നാണ്. ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം ഇങ്ങനെ കിടന്ന ഒരു പ്രദേശമാണ്. ഈ ഇത്രയും മരങ്ങൾ തിങ്ങി നിന്ന് ജനപ്പാർപ്പുള്ള ഈ ഒരു മേഖലയാണ് ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ആ ഭാഗം വെള്ളാർമല GVHSS അവിടെയായിരുന്നു ക്യാമ്പ് ഉണ്ടായിരുന്നത്. ഈ സ്കൂൾ അടക്കമുള്ള പ്രദേശങ്ങളാണ്. ചൂരൽമല മുണ്ടക്കൈ പാലം നമുക്ക് കാണാം. ഈ പാലവും നമ്മൾ ഈ കാണുന്ന പ്രദേശവുമാണ് ഉരുൾപൊട്ടലിൽ ഒന്നാകെ പോയിരിക്കുന്നത്. ഈ പാലമാണ് നിലവിൽ ഈ മുണ്ടക്കൈ അതുപോലെ അട്ടമല മേഖലകളെ ബന്ധിപ്പിച്ചിരുന്നത്. ഈ പാലം പുനർനിർമ്മിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു താൽക്കാലിക സംവിധാനമെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തി രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ. നിലവിൽ പുഴ ഗതിമാറി ഒഴുകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പാലം നിർമ്മിക്കൽ അവിടെ നടക്കുന്നുണ്ട് NDRFിൻ്റെ നേതൃത്വത്തിൽ. എങ്കിലും അത് അതിവേഗം നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. വടംകെട്ടി അടക്കം ആദ്യഘട്ടങ്ങൾ ദുരന്തമുണ്ടായ ആ സമയത്ത് തന്നെ വടംകെട്ടി അടക്കം അങ്ങോട്ടേക്ക് പോകാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതെല്ലാം നടക്കാത്തൊരു സാഹചര്യം, നിഷ്ഫലമാകുന്ന സാഹചര്യമൊക്കെ ആയിരുന്നു. കഴിവതും അവിടേക്ക് എത്താനുള്ള ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. നമ്മൾ ഈ കാണുന്നത്, നമ്മൾ ഈ പറയുന്നതൊക്കെ ചൂരൽമല മേഖലയിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അവിടെയാണ് ഇപ്പോൾ നിലവിൽ 45 മരണങ്ങൾ സ്ഥിരീകരിക്കുന്ന 45ഓളം മരണങ്ങളാണ്. ഒരു പക്ഷേ അതിലും കൂടുതലായിരിക്കാം ഒരു പക്ഷേ യഥാർത്ഥ കണക്കുകളൊക്കെ നമുക്കറിയില്ല. എങ്കിലും ഈ മുണ്ടക്കൈ ഭാഗങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്, അവിടുത്തെ ആ ഒരു ദുരന്തം അത് എത്രത്തോളം വ്യാപ്തി ഉള്ളതാണ് എന്നറിയണമെങ്കിൽ അവിടേക്ക് സേനാംഗങ്ങൾ എത്തണം, രക്ഷാപ്രവർത്തകർ അവിടെ എത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ കരസേനയുടെ വാഹനം കരസേനാംഗങ്ങൾ എത്രയും വേഗം ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തും. അവർ ഏതാണ്ട് വയനാട് എത്തിയിട്ടുണ്ട്.